മാധ്യമ വിതരണ രംഗത്ത് വിപ്ലവകരമായ മാതൃക കാണിച്ച സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് റിപ്പോർട്ടർ ചാനൽ ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ. എല്ലാ ചാനലുകളും മലയാളി കാണണമെന്ന നിർബന്ധം CAക്കുണ്ടായിരുന്നു. ഇവരെ ചരിത്രം മറക്കില്ലെന്നും MV നികേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. അതേസമയം മാധ്യമങ്ങൾക്ക് മേൽ എല്ലാ മേഖലകളിൽ നിന്നും വലിയ സമ്മർദ്ദമാണ് ഇന്ന് നേരിടേണ്ടി വരുന്നതെന്ന് കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ അഭിപ്രായപ്പെട്ടു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അധികാര താൽപര്യങ്ങൾക്ക് കീഴടങ്ങുന്ന മാധ്യമങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമ മേഖലകളിൽ മുൻപുണ്ടായിരുന്നതുപോലെ എഡിറ്റർമാർക്കുള്ള സ്ഥാനം ഇന്നില്ലെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ R രാജഗോപാലും അഭിപ്രായപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 90കളുടെ തുടക്കത്തിലാണ് കേരളത്തിലെ ചെറിയ തോതിലെങ്കിലും അവരുടെ കേബിൾ ശൃംഖല പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം കൺസിസ്റ്റൻ്റായി വളരെ സ്വതന്ത്രവും നിഷ്പക്ഷവും സത്യസന്ധവുമായ നിലപാടെടുത്തതായി എൻ്റെ അറിവിലില്ല. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ താല്പര്യങ്ങൾ വരും. ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ ചില വിഷയങ്ങൾ പിടികൂടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഒരു ദൗർബല്യമായി പ്രധാനമായും കണ്ടിട്ടുള്ളത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സേവനം, പ്രത്യേകിച്ച് കേരളത്തിലെ ടെലിവിഷൻ ചുവടുറപ്പിക്കുന്ന ഘട്ടത്തിൽ ആരംഭിക്കുകയും ഇന്നിപ്പോൾ നമ്മൾ ഏതാണ്ട് 2024 കടന്ന് പുതിയ തെരഞ്ഞെടുപ്പിന് കാത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വരെ നോക്കൂ, നമ്മൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും എടുക്കുക. ദക്ഷിണേന്ത്യയിലെ ചിലയിടത്തെങ്കിലും സ്വതന്ത്രമായ കേബിൾ നെറ്റ്വർക്കുകളുടെ സ്വാധീനമുണ്ട് എങ്കിൽ തന്നെയും ഒരു സംസ്ഥാനത്ത് അതിൻ്റെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് സഹകരണാടിസ്ഥാനത്തിൽ വിപ്ലവകരമായ മാതൃകയിൽ പ്രാദേശിക ടെലിവിഷൻ ചാനലുകളുടെ കൂട്ടായ്മയായി എല്ലാ ടെലിവിഷൻ ചാനലും മലയാളി പ്രേക്ഷകന് വീടുകളിൽ എത്തിക്കുന്നതിന് യാതൊരു രാഷ്ട്രീയവും കൂടാതെ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഒരു മാധ്യമ സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സത്യസന്ധവും നീതിപൂർവവുമായ പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഇന്ത്യയിലെ ഏറ്റവും ഹോപ്പായിട്ടുള്ള ജേർണലിസ്റ്റ് നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റും, പക്ഷെ അന്ന് നടത്തിയ അതാണ്. അതേ ഉടമസ്ഥൻ സമീർ ജെയിൻ തന്നെയാണ് ഇന്നും ഉടമസ്ഥൻ. എന്ത് പറ്റിയ മാറ്റം എന്താണ്? എഡിറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം ഒരു എൻഡേഞ്ചർഡ് സ്പീഷീസ്. അന്ന് പത്രങ്ങൾക്ക് എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് എഡിറ്റേഴ്സ് ഇല്ല, മാധ്യമ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. പ്രശ്നം അതാണ്. മാധ്യമരംഗത്താണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയ അനുഭവങ്ങളെക്കുറിച്ചാളും നിലനിന്ന എല്ലാ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്കാണ് ഇന്ത്യൻ ജീവിതാവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാതരം സമ്മർദ്ദങ്ങളും മാധ്യമങ്ങളുടെ മുകളിൽ ഇപ്പോൾ വന്നു പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. സർക്കാരിൻ്റേതാവാം, കോർപ്പറേറ്റുകളുടേതാവാം, മതവർഗീയ ശക്തികളുടേതാവാം, മറ്റെല്ലാ സമ്മർദ്ദ ചിന്തകളുടെയും ഗൂഢ പദ്ധതികളുടെയും ഒക്കെ ആവാം ഈ മാധ്യമങ്ങളെ ഞെരുക്കി എടുക്കുക, മാധ്യമങ്ങളെ പൂർണ്ണമായും മെരുക്കി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു പ്രവണത എല്ലാ മേഖലകളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ 1, 2, 3 ഉദാഹരണങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ മനസ്സിൽ നമ്മളെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.